വയനാടിൻ്റെ കാവൽക്കാരൻ കരിന്തണ്ടൻ്റെ കഥ. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം. വയനാടെന്ന് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. വലിയ മലകളും കൊടും കാടുകളും നിറഞ്ഞ, ആർക്കും വഴി കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വിസ്മയ ലോകമായിരുന്നു അത്. വയനാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ എളുപ്പമുള്ളൊരു വഴി കണ്ടെത്താൻ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പലതവണ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. അപ്പോഴാണവർ കരിന്തണ്ടനെക്കുറിച്ച് കേൾക്കുന്നത്. വയനാട്ടിലെ പണിയ വിഭാഗത്തിലെ കാരണവരായിരുന്നു കരിന്തണ്ടൻ. കാട് അദ്ദേഹത്തിന് വീട് പോലെയായിരുന്നു. ആ കാടിൻ്റെ മുക്കും മൂലയും ഓരോ മരവും വള്ളിപ്പടർപ്പുകളും അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു. ബ്രിട്ടീഷ് എഞ്ചിനീയർ കരിന്തണ്ടനെ സമീപിച്ചു, സഹായം അഭ്യർത്ഥിച്ചു. നിഷ്കളങ്കനായ കരിന്തണ്ടൻ അത് സമ്മതിച്ചു. മുന്നിൽ കരിന്തണ്ടനും പിന്നാലെ സായിപ്പും കാടുകയറി. കാട്ടുമൃഗങ്ങളെയും വലിയ പാറക്കെട്ടുകളെയും അതിജീവിച്ച് ഇന്നത്തെ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ആ രഹസ്യ വഴികളിലൂടെ കരിന്തണ്ടൻ അവരെ നയിച്ചു. ഒടുവിൽ അവർ മലമുകളിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന മനോഹരമായ കാഴ്ച കണ്ട് സായിപ്പ് അമ്പരന്നു. പക്ഷേ ആ നിമിഷം സായിപ്പിൻ്റെ മനസ്സിൽ ഒരു ക്രൂരമായ ചിന്തയുദിച്ചു. കരിന്തണ്ടൻ ജീവിച്ചിരുന്നാൽ ഈ വഴി മറ്റുള്ളവരെയും കാണിച്ചു കൊടുക്കും. ഈ വഴി കണ്ടുപിടിച്ചതിൻ്റെ പേര് എനിക്ക് മാത്രം ലഭിക്കണം. നന്ദി പറയേണ്ടതിന് പകരം ചതിയുടെ തോക്ക് സായിപ്പ് കരിന്തണ്ടന് നേരെ തിരിച്ചു. ആ മലമുകളിൽ വെച്ച് കരിന്തണ്ടൻ കൊല്ലപ്പെട്ടു. അങ്ങനെ വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത ആ വലിയ മനുഷ്യൻ ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷികളിൽ ഒരാളായി മാറി. കഥ അവിടെ അവസാനിച്ചില്ല. കരിന്തണ്ടൻ്റെ ആത്മാവ് ആ ചുരത്തിൽ അലഞ്ഞു തിരിഞ്ഞുവെന്നും അതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് അപകടം സംഭവിച്ചുവെന്നും പറയപ്പെടുന്നു. ഒടുവിൽ പ്രശ്നവിധിപ്രകാരം ഒരു മന്ത്രവാദി കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഒരു മരത്തിൽ ചെങ്ങലയിൽ ബന്ധിച്ചു. ഇന്നും വയനാട്ടിൽ ലക്കിടിയിലെത്തിയാൽ ചെങ്ങല ചുറ്റിയ ആ വലിയ മരം, ചെങ്ങലമരം കാണാൻ സാധിക്കും. ബ്രിട്ടീഷുകാരുടെ ചതിയുടെയും കരിന്തണ്ടൻ എന്ന വലിയ മനുഷ്യൻ്റെ ഓർമ്മയുമായി ആ വലിയ മരം ഇന്നും അവിടെ തലയുയർത്തി നിൽക്കുന്നു.